ഇന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോകുന്നു. ഒരുപാട് കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണെങ്കിലും ഇതുവരെ നടന്നിട്ടില്ല. എവിടെ നിന്ന് എങ്ങനെ ഒന്നും അറിയാതെ പെട്ടെന്ന് ഇന്ന് രാവിലെ എടുത്തൊരു തീരുമാനമായിരുന്നു ഇത്. അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള യാത്ര ആരംഭിക്കുമെന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് എന്തിനാണ് പോകുന്നതല്ലേ, അപ്പോൾ ഞങ്ങളിന്ന് സിച്ചുവിൻ്റെ തല മൊട്ടയടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞങ്ങൾ മൊട്ടയടിക്കാനായി പോകുന്നത് ഇവിടെ തെലങ്കാനയിൽ തന്നെയുള്ള ഫേമസ് ടെമ്പിളായിട്ടുള്ള യാദഗിരി ഗുട്ടയിലാണ്. നരസിംഹസ്വാമി ടെമ്പിളാണത്. അപ്പോൾ ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ള ഇവരെ കൂടിയാണ് പോകുന്നത്. ഇവരെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. ഇവരുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങളും മേലെയാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇതാണ് സിച്ചുവിൻ്റെ ഫേവറേറ്റ് അങ്കിൾ, ആൻറ്റി ആൻഡ് ബബ്ബി. ഒരാളും കൂടിയുണ്ട്, അവർ വന്നിട്ടില്ല, ബണ്ണി. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോൾ ഇതാ ഞങ്ങൾ അവിടത്തേക്ക് പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞങ്ങൾ യാദഗിരി ഗുട്ടേൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി ടെമ്പിളായിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്താൻ തന്നെ ലേറ്റ് ആയിരുന്നു, ഒരു 6 മണിയോളായി. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ ഇവിടെ പോകണം. ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മൊട്ടയടിച്ചതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ ദർശനം നടത്തുക. അപ്പോൾ ഞങ്ങൾ ഇതാ സിച്ചുവിൻ്റെ തല മൊട്ടയടിക്കാൻ പോകുന്നത്. അപ്പോൾ മൊട്ടയടിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ തല ഒന്നിങ്ങനെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വാഷ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം മൊട്ടയടിക്കുകയാണ്. ഇത് അങ്കിളിൻ്റെ മടിയിലിരുത്തിയിട്ടാണ് സിച്ചുവിൻ്റെ തല മൊട്ടയടിച്ചത്. സാധാരണ മാമൻ്റെ മടിയിലിരുത്തിയിട്ടാണ് മൊട്ടയടിക്കേണ്ടത് പോലെ. അപ്പോൾ മാമനോട് ഇല്ലാത്തതുകൊണ്ട് അവരെ സ്ഥാനം ഇവർക്ക് കൊടുത്തിട്ട് ഇവർ മൊട്ടയടിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഫസ്റ്റ് ആദ്യമായിട്ട് മൊട്ടയടിക്കുമ്പോൾ ഗോൾഡിൻ്റെ റിങ് വെച്ചിട്ട് വേണം പോലും ഇങ്ങനെ അടിക്കാൻ. അപ്പോൾ ഗോൾഡിൻ്റെ റിങ് ഇങ്ങനെ മുടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ ഇതാ സിച്ചുവിൻ്റെ ആദ്യമായിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് സിച്ചുവിൻ്റെ തല മൊട്ടയടിക്കുമെന്ന്. പിന്നെ സിച്ചു സത്യം പറഞ്ഞാൽ അവളിങ്ങനെ അനങ്ങാണ്ടിരിക്കുന്ന കുട്ടിയൊന്നല്ല. ഇത് എന്താ നടക്കുന്നത് നോക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അവൾ ഇരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ മടിയിലാണെങ്കിൽ അവളവിടെ നിന്ന് എണീറ്റ് ഓടിയിട്ടുണ്ടാവും. അങ്കിളുടെ മടിയിലായതുകൊണ്ടാണ് അവൾ അനങ്ങാണ്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ ഇതാ അടിച്ചടിച്ച് തുടങ്ങിയപ്പോൾ അവൾക്ക് ചെറുതായിട്ട് പേടിയാവാൻ തുടങ്ങി. പക്ഷെ അവൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് അവൾ ഒട്ടും വിടില്ല, തലയൊക്കെ പിടിച്ചു വെക്കേണ്ടി വരുന്നതാണ്. പക്ഷേ അനങ്ങാണ്ടിരുന്നു, ചെറിയൊരു പേടിയുണ്ട്, അതുകൊണ്ടാണ് കരയുന്നത്. എന്നാലും അവൾ നന്നായിട്ട് സഹകരിച്ചിരുന്നു. നല്ല ഒന്നും മുറിവോ ഒന്നും പറ്റിയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ മൊട്ടയടിച്ചിട്ടുണ്ട്. അവൾക്ക് നല്ല പേടിയായിരുന്നു. എന്ന് വെച്ചാൽ അവളങ്ങനെ സ്ട്രേഞ്ചേഴ്സിനൊന്നും അങ്ങനെ തല തൊടാനൊന്നും അങ്ങനെ സമ്മതിക്കില്ല. പക്ഷേ എങ്കിൽ അനങ്ങാണ്ടിരുന്നിന്. പൊതുവെ അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ പോയാൽ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അധികം ബോറടിക്കാതെ തന്നെ എല്ലാ പരിപാടിയും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സിച്ചുവിന് തന്നാൽ നടക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആൾ നന്നായി പേടിച്ചിട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. പിന്നെ അവളുടെ ഫേവറേറ്റ് കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾ കുറച്ചൊന്ന് സൈലന്റ്. ഞങ്ങളെ സിച്ചു ഇതാ മൊട്ട സിച്ചു ആയിട്ടുണ്ട്. മൊട്ട തെലുങ്കിൽ പറയാനും ഗുണ്ട് സിച്ചു, മൊട്ട സിച്ചു, ഗുണ്ട് സിച്ചു. അപ്പോൾ ഞങ്ങൾ സിച്ചുവിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം നമ്മൾ ഇവിടെയുള്ളൊരു ഒരു റിവറിൽ പോയിട്ട് കുളിപ്പിക്കണം. അപ്പോൾ ഇത് ശരിക്കുള്ള റിവറല്ല കേട്ടോ, ജസ്റ്റ് ആർട്ടിഫിഷ്യൽ റിവറാണ്, അവർ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് വെള്ളം നല്ല തണുപ്പായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ എങ്കിൽ വെള്ളം അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി ദർശനമൊക്കെ നടത്തി. അപ്പോൾ അമ്പലത്തിൽ ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങുകയത്. വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരുപാട് രാത്രിയായിരുന്നു. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഞങ്ങൾ പണ്ട് പോയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ജസ്റ്റ് ഞങ്ങൾ അതൊന്ന് ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് കാണിച്ചത്. കുറേ വീഡിയോസ് ഞങ്ങളിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നരസിംഹ ജഗദനി വൈഭവാന ശ്രീ നരസിംഹ വദന ഭയാനക